അപ്പോൾ ജൂലൈ 22 മുതൽ ചൊവ്വാഴ്ച മുതൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാലത്തേക്ക് ബസ്സുകൾ നിർത്തിവെക്കുകയാണ്. സമരമല്ല, ബസ്സുകൾ ഒരു തരത്തിലും ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഓരോ ദിവസവും രംഗം വഷളായിക്കൊണ്ടിരിക്കുന്നതിനാൽ ഇനി ഒരു ഇഞ്ച് അടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലവിൽ വന്നതിനാൽ ഞങ്ങൾ ഈ 22-ാം തീയതി അനിശ്ചിതകാലത്തേക്ക് കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾ നിർത്തിവെക്കുകയാണ്. ഇതിൻ്റെ ഒരു സൂചനയായി 8-ാം തീയതി സൂചനാ സമരം നടന്നു. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സമരങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ കാണുന്നത് പല പല ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ടാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള ഡിമാൻഡുകൾ, പുതുതായിട്ട് ഒരു തരത്തിലുള്ള ഡിമാൻഡുകൾ ഉന്നയിക്കുന്നില്ല. അതിൽ പ്രധാനമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 13 കൊല്ലമായി വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് കേരളത്തിൽ വർദ്ധിച്ചിട്ട്, അപ്പോൾ അതിനുശേഷം 3-4 മേലെ ബസ് ചാർജ് വർധന ഉണ്ടായി. ഈ ബസ് ചാർജ് വർധന ഉണ്ടായ സമയത്തൊക്കെ നമ്മളെ ഗവൺമെൻറ്, അത് ഇടതുപക്ഷ ഗവൺമെൻറ് ആയാലും വലതുപക്ഷ ഗവൺമെൻറ് ആയാലും, ഇന്ന ഗവൺമെൻറ് എന്നല്ല, വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കാതെ അത് പിന്നീട് നമുക്ക് പിന്നീട് നോക്കാമെന്ന് പറഞ്ഞിട്ട് കാലം കഴിഞ്ഞ് അങ്ങനെ അത് എവിടെയിരുന്ന സ്ഥിതിയായില്ല. അങ്ങനെയാണ് ഇപ്പം 90% വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ. മുന്നേ വിദ്യാർത്ഥികൾക്ക് 50% മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ തന്നെ 50% കൺസെഷനേ ഉള്ളൂ. അപ്പോൾ ഇത് 90% എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞ കാര്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 വിദ്യാർത്ഥികളെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 1 ലിറ്റർ ഡീസൽ ഈ ബസ്സിന് അടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ വ്യവസായം കൊണ്ടുപോകുന്നത്. വളരെ പ്രയാസത്തിലാണ് കൊണ്ടുപോകുന്നത്. അതിൻ്റെ പ്രയാസത്തിൻ്റെ ഞങ്ങൾ കടന്ന് പറയണ്ട. 10-32,000 ബസ്സുകൾ ഉണ്ടായിട്ട് അത് കുറഞ്ഞ് അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് കൊറോണ വന്നതിന് ശേഷം നമ്മളെ ഈ പ്രസ്ഥാനം ആകമാനം ഒന്നുമല്ലാത്ത സ്ഥിതിയിലായി. ഇപ്പോൾ തന്നെ കൊറോണ കാലഘട്ടത്തിൽ ബസ് കയറ്റി വെച്ച ബസ്സുകൾ ഇറക്കാൻ കഴിയാതെ സ്വയം ഈ രംഗത്തുനിന്ന് പിരിഞ്ഞുപോയ ബസ്സുടമകൾ ധാരാളമുണ്ട്. അതൊന്നും ആരും ശ്രദ്ധിക്കുന്നുമില്ല, കാണുന്നുമില്ല. കൊറോണ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർക്ക് ആ ബസ് ഇറക്കാൻ പറ്റിയില്ല. അപ്പോൾ അനുദിനം നശിച്ചുകൊണ്ടിരിക്കുന്ന വ്യവസായം കൊറോണ കാലത്തോടുകൂടി അത് പൂർണ്ണമായി. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഏറ്റവും വരുമാനം ഞങ്ങൾ അറിഞ്ഞെടുത്തോളം അബ്കാരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റവന്യൂ വരുമാനം കിട്ടുന്ന ഒരു വിഭാഗമാണ് നമ്മൾ മോട്ടോർ മേഖല, പ്രത്യേകിച്ചും സ്വകാര്യ ബസ് സർവീസ്, AG ഗാരേജിൻ്റെ ടാക്സ്. അപ്പോൾ ഗവൺമെൻറ്റിനാണെങ്കിൽ ഒരു ബാധ്യതയുമില്ല. ഗവൺമെൻറ് ഇങ്ങൾക്കറിയാലോ, ഇപ്പം പല മന്ത്രിമാരും മറ്റുള്ളതെല്ലാം 2-3 മാസം കൂടുന്ന സമയത്ത് വിദേശത്ത് പോയിട്ട് കേരളത്തിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ വളരെയധികം പെടുകയാണ്. അപ്പോൾ വളരെ കാലാകാലമായി ഗവൺമെൻറ്റിന് ഒരു തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയില്ലാത്ത, ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ജനങ്ങൾക്ക് തൊഴിലാളികൾക്ക് ജോലി കൊടുക്കുന്ന ഈ പ്രസ്ഥാനം, ഏറ്റവും വരുമാനം ഉണ്ടാക്കുന്ന പ്രസ്ഥാനം അനുദിനം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മളെ ഗവൺമെൻറ്റിനുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ഞങ്ങൾ ഈ ബസ് ചാർജ് വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കുക, അതേപോലെ നമുക്ക് പെർമിറ്റുകൾ നൽകിയിരുന്നു. ഈ പെർമിറ്റ് നൽകിയത് നമ്മൾ അനധികൃതമായിട്ട് കയ്യേറ്റം ചെയ്ത് പെർമിറ്റ് വാങ്ങിച്ചതൊന്നുമല്ല. ഞങ്ങൾ RTA ബോർഡ് അംഗീകരിച്ചിട്ട് കൊടുത്ത പെർമിറ്റ്, അതേപോലെ ഹൈക്കോടതിയും STAT അനുവദിച്ചു കൊടുത്ത പെർമിറ്റുകളല്ലാതെ മറ്റേ അനധികൃതമായിട്ട് ഒരു പെർമിറ്റില്ല. ഞങ്ങൾ ആ പെർമിറ്റുകൾ, നമ്മൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പെർമിറ്റുകൾ നമുക്ക് പുതുക്കി തരണമെന്ന് പറഞ്ഞിട്ടും പുതുതായിട്ട് ഒരു പെർമിറ്റ് നമുക്കിനി വേണ്ട. ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്. ബാക്കിയെല്ലാം നിങ്ങൾ ഗവൺമെൻറ്റിൻ്റെ സർവീസ് നടത്തിക്കോ, KSRTCയുടെ സർവീസ് നടത്തിക്കോ. പക്ഷെ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സുകളെ സംരക്ഷിക്കണോ? അതിലെ തൊഴിലാളികളുണ്ട്, ഉടമകളുണ്ട്, ഒരുപാട് സാമ്പത്തിക ബാധ്യതയുള്ള മേഖലയാണ്. അപ്പോൾ നമുക്ക് ആ പെർമിറ്റുകൾ തിരിച്ച് നമ്മൾക്ക് പുതുക്കിയിട്ട് നൽകണം യഥാസമയം. അതേപോലെ തന്നെ ഇപ്പം പുതുതായിട്ട് ഇതിൻ്റെ ഞങ്ങൾ ഈ ഡിമാൻഡുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് പുതിയ കരിനിയമങ്ങൾ ഗവൺമെൻറ് ഈ സ്വകാര്യ ബസ് വ്യവസായത്തിന് പല കരിനിയമങ്ങൾ അടിച്ചേൽപ്പിച്ച് ഇത് ഇല്ലാതാക്കാനുള്ള ഒരു സമീപനമാണോ എന്ന് നമ്മൾ സംശയിച്ചു പോകുന്നു. ഇപ്പോൾ ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മറ്റെവിടെയില്ലാത്ത തൊഴിലാളികൾക്ക്, ഇവിടെ ഏതെല്ലാം തൊഴിലാളികൾ ജോലി ചെയ്യുന്നു? ട്രാൻസ്പോർട്ട് മേഖല തന്നെ ഓട്ടോറിക്ഷയുണ്ട്, ടാക്സി ഉണ്ട്, യൂബർ ഓലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ലോറി സർവീസ് ഉണ്ട്, മറ്റിപ്പം ഒരുപാട് മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പം മോട്ടോർ തൊഴിലാളികൾ, ഇപ്പോൾ സ്വകാര്യ ബസ്സുകൾ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് മാത്രം ഒരു
PCC സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് പറയും. എന്ന് വെച്ചാൽ ക്രിമിനലുകളാണ്. ഏതോ ഒറ്റപ്പെട്ട സംഭവത്തിൽ ക്രിമിനലുകളായിട്ടുണ്ടാവും. അത് ക്രിമിനലുകൾ എല്ലാ രംഗത്തും ഉണ്ട്. രാഷ്ട്രീയത്തിലും ക്രിമിനലുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പേപ്പർ നോക്കിയാൽ കാണും. അതേപോലെ തന്നെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഒറ്റപ്പെട്ട ക്രിമിനലുകളുണ്ട്. പോലീസിൽ ക്രിമിനലുകളുണ്ട്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ക്രിമിനലുകളുണ്ട്. ഇതെല്ലാം നമ്മൾ കാണുന്നതല്ലേ. അവർക്കെല്ലാം ഈ സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ അതുമല്ല, ഈ തൊഴിലാളികളൊക്കെ വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽ സജീവമായിട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ സാമൂഹ്യ സംഘടനകളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവർക്കൊരു പല ചെറിയ സമരങ്ങളിലും മറ്റുള്ള ചെറിയ ചെറിയ കേസുകളിലുണ്ടാവും. അപ്പോൾ അതിനൊരു PCC സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അത് ഒരു വലിയ കൊല്ലാപ്പായിക്കാൻ ഇപ്പം തന്നെ നമുക്ക് തൊഴിലാളികളെ കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര അന്യസംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്നു? നമ്മളെ കണ്ണൂർ പട്ടണത്തിൽ തന്നെ എത്ര ആൾ ജോലി ചെയ്യുന്നു? അവരെല്ലാം പല ക്രിമിനൽ കേസിലും പെട്ടവരില്ലേ? നമ്മൾ പേപ്പർ നോക്കി വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നില്ല. അവർക്കായിരിക്കും കൊണ്ട് ഇവിടെ ജോലി ചെയ്യാൻ PCC സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഈ മേഖലക്ക് മാത്രം ഒരു PCC സർട്ടിഫിക്കറ്റ്. അതേപോലെ തന്നെ ഈ ചെല്ല എന്ന് പറയും. പണ്ടൊക്കെ നമ്മൾ വാഹനം പോകുന്ന സമയത്ത് പോലീസ് നമ്മൾ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ചാർജ് ചെയ്ത് ചാർജ് ഷീറ്റിൽ അതിൽ കണ്ടക്ടറോ ഡ്രൈവറെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് പിന്നീട് ഫൈനൽ അടപ്പിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കാണണ്ട. വാഹനയിലൂട്ടെങ്കിൽ പോകുന്നുണ്ടാകും. മേടുന്നെങ്കിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഒരു ക്യാമറയിൽ ഫോട്ടോ എടുക്കും. 1 മണിക്കൂർ കഴിയുമ്പോൾ അവൻ്റെ ഉടമേൻ്റെ മൊബൈലിൽ 500 മുതൽ 7500 വരെ ഫൈന് വരും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശിക്ഷിച്ചോ, പക്ഷെ അത് നമുക്കറിയണ്ടേ. നമ്മൾ ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ അറിഞ്ഞെടുത്തോളം തൂക്കിക്കൊല്ലാൻ പോകുന്ന ഒരു വ്യക്തിയോട് പോലും കോടതി ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അവസാനമായിട്ട് പറയാനുണ്ടോ എന്നുള്ളത്. അതേമാതിരി നിങ്ങൾ അങ്ങനെ ഏകപക്ഷീയമായിട്ട് ഫൈൻ ഇടണ്ട. നിങ്ങൾ തെറ്റ് ചെയ്ത കൂട്ടർക്ക് ഒരു ഫൈൻ ഇടും. ഈ ചെല്ലാനും കൊണ്ട് പൊറുതി മുട്ടിയിട്ടായില്ലേ. ഒരു പെർമിറ്റ് റിന്യൂവലും മറ്റേതും ചെല്ലുമ്പോൾ സമയത്ത് വളരെ പ്രശ്നങ്ങളായിട്ടായില്ല ഈ ചെല്ലാൻ്റെ സംഗതി. അതേപോലെ തന്നെ നമ്മൾ ഈ ഗവൺമെൻറ് സർവീസിൽ നിങ്ങളെ കണ്ട KSRTC സർവീസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞ നേരെ പ്രൈവറ്റ് മേഖലയിൽ കൊടുക്കുന്ന ഒരു സ്പോട്ട് ടിക്കറ്റ് സമ്പ്രദായം സ്വകാര്യ മേഖലയിലെ KSRTCക്ക് നടപ്പിലാക്കണം. വിദ്യാർത്ഥികളെ സ്കൂളിൽ കൊണ്ടുപോകാനും മടക്കി വീട്ടിൽ നിന്ന് സ്കൂളിൽ കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവരുവാനും ഏറ്റവും ഉത്തരവാദിത്വം ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് സർവീസിൽ എന്താ പ്രൈവറ്റ് സർവീസിലുള്ള മാതിരിയല്ല. പ്രൈവറ്റ് സർവീസിൽ എങ്ങനെ 2 പുസ്തകം എടുത്ത് തോളിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയും കൺസെഷനായി. KSRTCയിൽ അത് തിരുവനന്തപുരം കൊല്ലം മേഖലകളിലും കൺസെഷൻ. ഈ കൺസെഷൻ തന്നെ 3 മാസം കൂടുന്ന സമയത്ത് അവർ പൈസ അടച്ച് അഡ്വാൻസ് ആയിട്ട് പൈസ അടച്ച് ഓരോ ട്രിപ്പിന് പോകുന്ന സമയത്ത് ഓരോ ട്രിപ്പ് മാർക്ക് ചെയ്ത് അങ്ങനെ അവർക്ക് എവിടെ നിന്നും കയറാൻ പറ്റില്ല. എവിടുന്നോ പുറപ്പെടുന്ന ആ സമയത്ത് ആ സ്ഥലത്തിൻ്റെ കുട്ടികൾ ഇറങ്ങുകയും പോകണം. അപ്പോൾ അത് സ്വകാര്യ ബസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെയാണ്. അതൊരു ചിറ്റമ്മ നയ. അപ്പം നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ പോലെ തന്നെ സ്പോർട്സ് ടിക്കറ്റ് സമ്പ്രദായം KSRTCയിൽ നടപ്പിലാക്കണം. അപ്പോൾ ആ വാഹനപ്രചാരണ ജാഥ രാവിലെ കാലശ്ശേരി സമാപിക്കും. അപ്പോൾ നമ്മളെ ഈ ധർമ്മസമരം നടന്ന എല്ലാവിധ ജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെ ഞങ്ങളെ ഈ ജീവൻ മരണ പ്രശ്നത്തിന് ഒരു എല്ലാ എടുക്കുന്ന ഒരു നയാണ്. ഞങ്ങളുടെ ബസ്സുകാരെ